പങ്കാളിയുടെ വൈകാരിക ആവശ്യങ്ങളെ അവഗണിക്കുന്ന ആളാണോ നിങ്ങൾ? ഞാൻ ഡോക്ടർ ഒജസ് കരിയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എങ്ങനെ ശക്തമായ അർത്ഥവത്തായ ബന്ധങ്ങൾ സൃഷ്ടിക്കാം എന്ന വീഡിയോ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധയോടുള്ള ശ്രവണം വിവാഹബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോ പങ്കാളിയുടെ വൈകാരിക ആവശ്യങ്ങളെക്കുറിച്ചും അവ നിറവേറ്റിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമാണ്. മാത്രമല്ല, പങ്കാളിയുടെ വൈകാരിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്നതിനെക്കുറിച്ചും പറയുന്നു. എന്തൊക്കെയാണ് വൈകാരിക ആവശ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വൈകാരിക ആവശ്യമാണ്. എഫെക്ഷൻ ആൻഡ് ലവ്. അംഗീകരിക്കപ്പെടുക അല്ലെങ്കിൽ വിലമതിക്കപ്പെടുക എന്നത് മറ്റൊരു വൈകാരിക ആവശ്യമാണ്. സുരക്ഷിതത്വം തോന്നുക എന്നത് മറ്റൊരു വൈകാരിക ആവശ്യമാണ്. മനസ്സിലാക്കപ്പെടുക എന്നത് മറ്റൊരു വൈകാരിക ആവശ്യമാണ്. ഇമോഷണൽ ബോണ്ടിങ് ആണ് മറ്റൊരു പ്രധാന ഘടകം. എന്നാൽ ഈ വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അകൽച്ച തോന്നാം, പകയും വിദ്വേഷവും തോന്നാം, തെറ്റിദ്ധാരണയും വഴക്കും അലോഹ്യവും സംഭവിക്കാം. വൈകാരിക അടുപ്പവും വിശ്വാസ്യതയും കുറയാനും സാധ്യതയുണ്ട്. തന്നെ ശ്രദ്ധിക്കാത്ത, തന്നെ ശ്രവിക്കാത്ത പങ്കാളിയോട് കൂടുതൽ അകൽച്ചയാണ് തോന്നുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈകാരിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്നതിനെക്കുറിച്ചാണ്. ഒന്ന്, ആശയവിനിമയം മെച്ചപ്പെടുത്തുക. വൈകാരിക ആവശ്യങ്ങൾ പങ്കാളിയോട് തുറന്നു പറയുക. പങ്കാളി ഊഹിച്ചെടുത്തോട്ടെ എന്ന് കരുതാതിരിക്കുക. ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കാറില്ല. ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ്. അതിന് പകരം ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഞാൻ കൂടുതൽ വിലമതിക്കപ്പെടുകയാണ്. അങ്ങനെ പറയുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം വളരെ പ്രകടമാണ്. എല്ലാ ദിവസവും പങ്കാളിയെ അംഗീകരിക്കുക, പ്രശംസിക്കുക. ഒരു നോട്ടം കൊണ്ടോ മുഖഭാവത്തിലൂടെയോ വാക്കുകൊണ്ടോ പങ്കാളിയുടെ എഫേർട്സിനെ അക്നോളജ് ചെയ്യുക. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ ദിവസം ഇത്ര മനോഹരമായത് നീ ഉള്ളതുകൊണ്ടാണ്. ഇതേപോലെയുള്ള വാക്കുകൾ വൈകാരിക അടുപ്പം കൂട്ടുന്നു. 3, പ്രയോറിറ്റൈസ് ക്വാളിറ്റി ടൈം. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ പങ്കാളിക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക. ഇത് വൈകാരിക അടുപ്പം കൂട്ടുന്നു. 4, സപ്പോർട്ട് ഈച്ച് അതർ. പങ്കാളിയുടെ ജീവിത ലക്ഷ്യങ്ങളെ, സ്വപ്നങ്ങളെ, ഉദ്യമങ്ങളെ ഒക്കെ മനസ്സിലാക്കുക. ശ്രദ്ധയോടെ കേൾക്കുകയും വികാരങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക. 5, സ്ട്രെങ്തൻ ഫിസിക്കൽ എഫെക്ഷൻ. ചുംബനങ്ങളും തലോടലുകളുമൊക്കെ വൈകാരിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നു. അതിലൂടെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ആവുകയും കൂടുതൽ സന്തോഷനിർഭരമായ നിമിഷം ഉണ്ടാവുകയും ചെയ്യും. വൈകാരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് വിവാഹബന്ധം കൂടുതൽ ദൃഢമാക്കും, ശക്തമാക്കും. സഫലീകരിക്കപ്പെടാത്ത വൈകാരിക ആവശ്യങ്ങൾ അകൽച്ചയ്ക്കും അലോഹ്യത്തിനും കാരണമാകും. സ്നേഹം അത് ഒളിച്ചു വെക്കാനുള്ളതല്ല, മറച്ചു വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങളുടെ സങ്കല്പത്തിലെ പങ്കാളി എങ്ങനെയുള്ള ആളാണ്? അടുത്ത വീഡിയോ യാഥാർത്ഥ്യമില്ലാത്ത പ്രതീക്ഷകളെക്കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരിക ആവശ്യം അതെന്താണ് എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതാമോ? വീഡിയോ കണ്ടതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.